വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പും തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PS ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിൽന ഫാത്തിമ. മലയാള ജനതയെ അക്ഷരത്തിന്റെയും അറിവിന്റെയും ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗ്രന്ഥശാല എന്നൊരു പുതിയ പ്രസ്ഥാനത്തിലൂടെ മലയാളക്കരയെ ഒന്നടങ്കം വായനയുടെ ആരാധകരാക്കി മാറ്റിയ പുതുവായിൽ നാരായണ പണിക്കർ എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുന്നത്. പുതുപുത്തൻ സാങ്കേതിക മികവുകളുടെയും ഡിജിറ്റൽ യുഗത്തിന്റെയും കടന്നുവരവോടെ വായനാശീലം അന്യം നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ വായന എന്ന പ്രതിഭാസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും. എത്ര വായിച്ചു എന്നതല്ല, വായിച്ചതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചു എന്നതാണ് പ്രധാനം. ഹൃദയത്തിൽ അറിവിന്റെ പ്രകാശം പരത്താൻ വായന അനിവാര്യമാണ്. എന്താണ് ആദ്യമായി വായിച്ചതെന്ന് ഓർമ്മയില്ല, എങ്കിലും വായനാ ദിനത്തിൽ ഓർമ്മിക്കാൻ ഒരുപാട് ഓർമ്മകളെ നമുക്ക് സമ്മാനിച്ച ഒരുപാട് മുഖങ്ങൾ നമുക്കിടയിലുണ്ട്. കുമാരനാശാൻ, വള്ളത്തോൾ, ONV കുറിപ്പ്, മാധവിക്കുട്ടി, ബഷീർ തുടങ്ങി എണ്ണിയാൽ തീരാത്ത വായനയുടെ സുഹൃത്ത് നമ്മിലേക്ക് അനശ്വരമാക്കിയ നിരവധി പേർ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ ഈ വായനാ ദിനത്തിൽ ഒരു ഓർമ്മക്കുറിപ്പാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കരുടെ ഈ വാക്യത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.